ഇത് അങ്ങ് ദൂരെ ഒരു കാട്ടുമൂരി നിന്ന് തിന്നുന്നുണ്ടേ. നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അതുകൊണ്ടാണ് നിൽക്കുന്നത്. നേരത്തെ നമ്മൾ കാട്ടു പശുക്കളുടെ വീട് ഇട്ടായിരുന്നു. ഇതൊരു കാട്ടുമൂരിയാണ് കേട്ടോ. ഇത് ഒറ്റ തിരിഞ്ഞ് നടക്കുന്നതാണേ. കണ്ടോ അതിൻ്റെ സൈസ് കണ്ടോ, ഒരു പോത്തിൻ്റെ അത്ര ഉണ്ടെന്ന് തോന്നേ. ഇത് കാട്ടുമൂരി എന്ന് പറഞ്ഞാലും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ആൾക്കാർ അഴിച്ചുവിട്ട മുരികളൊക്കെയാണ്, മുരിയും പശുക്കളൊക്കെയാണ്. അപ്പോൾ പശുക്കളൊക്കെ പെറ്റ് വരി കിടക്കുന്ന കേട്ടോ. ഒരു 100 മുകളിലുണ്ടാവേ. പിന്നെ അതുപോലെ തന്നെ ഇടിക്കളാമ പണിയുന്നതിന് മുമ്പ് ഈ ആൾക്കാർ കിടന്ന ആൾക്കാർ അഴിച്ചുവിട്ട പശുക്കളുണ്ട്, അതും പെരി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അഴിച്ചുവിടുന്ന പശുക്കൾ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാടുകയറി അങ്ങ് പോകും. പിന്നെ ശരിക്കും ഇത് കാട്ടുമൃഗത്തിൻ്റെ സ്വഭാവം തന്നെ കേട്ടോ. മനുഷ്യനായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. തനി കാട്ടുമൃഗമാണ്. നമ്മൾ അടുത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തി ശരിയായി കളയും. പിടിക്കാനൊന്നും പറ്റില്ല. പശുക്കളുണ്ട്, ഇഷ്ടംപോലെ പശുക്കളുണ്ട്. ഇതിപ്പോൾ ഒറ്റമൂരിയാണ്, ഒറ്റ തിരിഞ്ഞ് നടക്കുന്നത്. വേറെ പശുക്കളുടെ മൂരിയുടെ ഒന്നും കൊടുത്തിയും കൂടുന്നില്ല. അതുപോലെ കാട്ടുപോത്തിൻ്റെ അത്ര ഉണ്ട് സൈസൊക്കെ. ഇതുവരെ നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഓടാൻ തുടങ്ങും. വള്ളത്തിലായതുകൊണ്ട് പിന്നെ അടുത്തേക്ക് എന്തെങ്കിലും വിഷയമില്ല. കരയ്ക്കൊക്കെ വെച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ശരിയായി കളയും. ഇതാ കണ്ടു ഉണ്ടോ അവൻ്റെ ഒരു സൈസ് ഉണ്ടോ. ശരിക്കും ഒരു പോത്തിൻ്റെ അത്ര ഇട്ട് നോക്കി. പിന്നെ പലരും കമൻറ്റ് ഇടും, ആരാണ്ട് അഴിച്ചു വിട്ട പശുക്കളൊക്കെ അന്ന് കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട്. പിന്നെ ഇത്ര വലിയ മുറിയൊന്നും ആരും ചുമ്മാ അഴിച്ചു വിടത്തില്ല. അഴിച്ചു വിട്ടാൽ തന്നെ അതിൻ്റെ കഴുത്തൊരു മണിയോ എന്തെങ്കിലും കാണും. പിന്നെ അഴിച്ചു വിട്ടാൽ തന്നെ കണ്ടില്ല, നമ്മൾ ഇറങ്ങി വിടുന്ന സൈഡുണ്ട് അവിടെ, ആ ഭാഗത്തൊക്കെ അഴിച്ചു വിട്ട് വളർത്താറുണ്ട് പശുക്കളൊക്കെ. പക്ഷേ ഇങ്ങോട്ട് ഇക്കരയ്ക്ക് കയറി വന്നാൽ പിന്നെ അതിനെ കിട്ടത്തില്ല. അത് ഈ പശുക്കളുടെ കൂട്ടത്തിൽ കയറി പോയിട്ട് പിന്നെ പിടുത്തം കിട്ടാതെ വരും. അത് ഓടുമ്പോഴത്തേക്ക് ഈ പശുക്കൾ ഓടും. അങ്ങനെയാണ് ഞങ്ങളും പണ്ട് അഴിച്ചു വിട്ട് വളർത്തിക്കൊണ്ടിരുന്ന പശുക്കളെ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് വീട്ടിൽ കയറി വരും തീറ്റയൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ പോയി ഈ പശുക്കളുടെ കൂട്ടത്തിൽ ചെന്ന് വിട്ടതാണ്. ഇടയ്ക്കൂടെ വലിയ പശുക്കളുടെ കൂട്ടം കാണാറുണ്ട് കേട്ടോ. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് ഓടുവേ. അത് ഓടുന്നതൊക്കെ വലിയ പൊടിയൊക്കെ പറത്തി ഭയങ്കര ഭീകരമായ രീതിക്കാണ് ഓടുന്നതൊക്കെ. ഇത്രയും കൂട്ടം 100-150 പശുക്കളല്ലേ ഒരുമിച്ച് നിൽക്കുമല്ലേ. അപ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ വീഡിയോ കിട്ടുവാൻ എടുത്തില്ലാവേ.